ഒരു പുതിയ ദിനം, ഒരു പുതിയ വർഷം കൂടി ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. എന്തുമാത്രം നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഒരുപാട് അനുഗ്രഹങ്ങൾ, കാരുണ്യം ദൈവം നമ്മളെ വർഷിച്ചു. അതിനാലാണ് നമുക്ക് ഈ പുതുവത്സരത്തിലേക്ക് കടക്കാൻ സാധിച്ചിരിക്കുന്നത്. ആ നല്ല ദൈവത്തിന് ഈ പുതുവത്സരത്തിൽ ഒരുപാട് നന്ദി പറയാം. അതോടൊപ്പം കഴിഞ്ഞ വർഷം നാം ഒരുപാട് തിന്മയുടെ മാർഗത്തിലൂടെ തിരിച്ചിട്ടുണ്ടാവാം. പലപ്പോഴും നമ്മുടെ നന്മയ്ക്കായുള്ള, രക്ഷയ്ക്കായുള്ള ദൈവഹിതത്തിൻ്റെ മാർഗത്തിലൂടെ ചിരിക്കണമെന്ന് നാം തീരുമാനിച്ചു. എന്നാൽ സാധിക്കാതെ പോയിട്ടുണ്ടാവാം, വീണു പോയിട്ടുണ്ടാവാം. ദൈവം നമ്മയ്ക്കകത്തുന്ന അനുഗ്രഹങ്ങളെ, ജീവിതത്തിലെ നല്ല സമയത്തെ താൽക്കാലിക സുഖസന്തോഷങ്ങൾക്കും നേട്ടങ്ങൾക്കും വേണ്ടി നാം ദുരുപയോഗം ചെയ്തിട്ടുണ്ടാവാം. ഈ പുതുദിനത്തിൽ അത് വീണ് കിടക്കാതെ അതിൽ നിന്നെല്ലാം ഉയർത്തെഴുന്നേറ്റ് രക്ഷയുടെ മാർഗത്തിലൂടെ നമുക്ക് ചിരിക്കാം. അതിനുള്ള ദൈവിക കൃപയ്ക്കും കാരുണ്യത്തിനുമായിട്ട് ദൈവത്തോട് അപേക്ഷിക്കാം. അതുപോലെ ഈ പുതുവത്സരത്തിൽ ഒരുപാട് വേദനയിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയും നിരാശയിലൂടെ കടന്നു പോകുന്നവരുണ്ടാവാം. നമുക്ക് ദൈവം അനുവദിച്ചിരിക്കുന്ന സാധനങ്ങളെ നന്മയ്ക്കായി മാറ്റുമെന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. ഈശോയ്ക്ക് ദൈവം കുരിശുമരണം അനുവദിച്ചെങ്കിൽ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽപ്പിച്ചതുപോലെ നമ്മുടെ വേദനകളെയും ദൈവം നമ്മുടെ നന്മയ്ക്കായി മാറ്റും. നമ്മുടെ സാധനങ്ങളെ ദൈവഹിതമനുസരിച്ച് പരാതിയും പരിഭവമില്ലാതെ വിശുദ്ധർ സ്വീകരിച്ച പോലെ സ്വീകരിക്കാനുള്ള വലിയ കൃപയ്ക്കായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 59:1 ദൈവം നമ്മോട് അരുളി ചെയ്യുന്നുണ്ട്: രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. അതിനാൽ ദൈവത്തോട് വിട്ടകലാതെ നിന്നാൽ ഇന്നിൻ്റെ വേദനകളെ ദൈവം നന്മകളായി മാറ്റുമെന്ന് നമുക്ക് കുറിച്ച് വിശ്വസിക്കാം. ഈ പുതുവത്സരത്തിൽ ദൈവത്തോട് കൂടുതൽ ചേർന്നും കൂടുതൽ വിശുദ്ധമായും ജീവിക്കാൻ പരിശ്രമിക്കാം. ആളെ കൃപയ്ക്കായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഒരു നല്ല സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദൈവിക അനുഗ്രഹങ്ങളുടെയും പുതുവർഷാശംസകൾ നേരുന്നു. ദൈവം എല്ലാവരെയും സമത്വമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.